നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംശയമുള്ളൊരു ഏരിയയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളത്. അത് ഏത് പ്രായത്തിലാണ് അത് എടുക്കേണ്ടത്, എത്ര ലക്ഷം രൂപയാണ് ക്ലെയിം ചെയ്ത് കിട്ടുക, എല്ലാ ഹോസ്പിറ്റലുകളിലും ഇത് സംവിധാനം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് പല ആളുകൾക്കും സംശയമാണ്. നമ്മുടെ കൂടെ എന്നുള്ളത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കോച്ചായിട്ടുള്ള റെബ്ലേ സാറാണ്. അദ്ദേഹത്തോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അതിന് കൃത്യമായ ആൻസറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സാറ് വന്നിട്ടുണ്ട്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സാർ നമസ്കാരം. നമസ്കാരം. ഒരുപാട് ആളുകളുടെ സംശയമാണ് ഇപ്പം ഏത് പ്രായത്തിലാണ് ഇൻഷുറൻസ് എടുക്കേണ്ടതെന്നുള്ളത്. ഇപ്പം ചെറിയ ആളുകൾ ഇപ്പം 18 വയസ്സ് മുതൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്. അതിൽ ഏത് കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് ശരിക്കും ഇൻഷുറൻസ് എടുക്കേണ്ടത്? അങ്ങനെ എന്തെങ്കിലും ഒരു നിബന്ധന ഉണ്ടോ? അപ്പം എന്നുമായിട്ട് കൺസൾട്ട് ചെയ്യുന്ന ആളുകളോട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ഏറ്റവും നല്ലത് ഇന്നലെയായിരുന്നു. അത് കഴിഞ്ഞാൽ ബെസ്റ്റ് സമയം ഇന്നാണ്, ഇപ്പോഴാണ് എന്നുള്ളതാണ്. കാരണം എത്രയും നേരത്തെ എടുക്കാൻ കഴിയുമോ അത്രയും നല്ലതാണ്. ഏറ്റവും ആരോഗ്യമുള്ള സമയത്താണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത്. കാരണം ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കവറേജ് അപ്പോഴാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. ഇതിലിപ്പം കവറേജിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം എത്ര ലക്ഷം വരെ ആയിരിക്കും ഒരു കവറേജ്? ഇപ്പം 5 ലക്ഷം എടുക്കുന്നതാണോ അല്ലെങ്കിൽ 10 ലക്ഷമാണോ? ഒരു ശരാശരി ഒരാൾക്ക്, ഒരു മലയാളിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എത്ര ലക്ഷം രൂപയുടെ കവറേജ് എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്? ഏറ്റവും പോസിബിൾ അവരെ കൊണ്ട് സാധിക്കുന്ന എത്രയാണോ അത്രയും അവർ എടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് കേരളത്തിലെ രോഗികളെ എടുത്തു നോക്കുമ്പോൾ അത് ദേശീയ ശരാശരിയേക്കാൾ 3 മടങ്ങ് കൂടുതലാണ്. അതേപോലെ തന്നെയാണ് ഹോസ്പിറ്റലൈസേഷൻ്റെ കണക്കും. അപ്പോൾ ഒരു ഫാമിലിക്ക് 2 രീതിയിൽ വേണമെങ്കിൽ പോളിസി ചെയ്യാം. ഒരു ബേസ് കവർ, പിന്നെ ഒരു ടോപ്പ് അപ്പ് പ്ലാൻ എന്നുള്ള രീതിയിൽ. ഒരു 25 ലക്ഷം എങ്കിലും ഒരു ശരാശരി കുടുംബങ്ങൾ എടുത്തു വെക്കണം. അതോടൊപ്പം തന്നെ ഒരു 1 crore ടോപ്പ് അപ്പ് പ്ലാനിലേക്കും അവരെത്തുമ്പോഴാണ് ഇന്നത്തെ ഹോസ്പിറ്റൽ ബില്ലിനെയും ഇന്നത്തെ മെഡിക്കൽ ഇൻഫ്ലേഷനെയും ഒക്കെ കവച്ച് വെച്ചുകൊണ്ട് അവർക്ക് ആ റിസ്ക് കവർ ചെയ്യാൻ കഴിയുന്നു. ഇപ്പം ഒരുപാട് ആളുകൾ വിചാരിക്കുന്നു ഞാൻ ആരോഗ്യവാനാണ്, എനിക്ക് ഇൻഷുറൻസിൻ്റെ ഒന്നും ആവശ്യം, ഞാൻ ഹോസ്പിറ്റലുകളിൽ പോകാറില്ല, അപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനെ പ്രീമിയം ഇൻഷുറൻസുകൾ എടുക്കുന്നത് വിചാരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ആളുകളോട് സാറിന് എന്താ പറയാനുള്ളത്? പൊതുവെ എല്ലാവരുടെയും ധാരണയാണ്, ഞാൻ അടക്കമുള്ള എല്ലാവരുടെയും ധാരണയാണ്, ഞാൻ ഹെൽത്തിയാണ്, എനിക്ക് ഇതേപോലുള്ള അസുഖങ്ങളൊന്നും വരാനുള്ള സമയമായിട്ടില്ല എന്നുള്ളത്, അല്ലേ? പക്ഷേ നമ്മുടെ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് വാങ്ങിക്കുന്നത് ഇന്നത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. അത് ഭാവിയിലെ ഒരു റിസ്ക് കവർ ചെയ്യാനുള്ള ഒരു പ്രോമിസാണ് സത്യത്തിൽ നമ്മൾ ഇൻഷുറൻസ് ആയിട്ട് കണക്കാക്കുന്നത്, അല്ലേ? പൊതുവേ എല്ലാവരോടും പറയാറുണ്ട്, പൊതുവേ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസേഴ്സ് തന്നെ പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഉറപ്പാണ് നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള അസുഖം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനേ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു ഉറപ്പ് ഇന്ന് ആർക്കും നൽകാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ ആ ഭാവിയിൽ നമുക്ക് വരാവുന്ന വലിയൊരു സാമ്പത്തിക നഷ്ടത്തെ നമുക്ക് തരണം ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കണം. ഇത് ഞാൻ മാത്രം പറയുന്നല്ല, എല്ലാ ഫിനാൻഷ്യൽ എക്സ്പേർട്ടും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതാണ് പറയുന്നത്.